2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബി ഈഡൻ നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഹൈബി ഈഡൻ വിജയിച്ചത്. ജെ ഷൈൻ ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ഷൈന് ഹൈബി ഈഡന് കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കൊച്ചി കോർപ്പറേഷൻ നേരിയ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഭരിച്ചത്. എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിന് കൃത്യമായി അറിയാം വലിയ പരാജയമായിരിക്കും അവർ ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ തവണ 75 വാർഡുകൾ ഉണ്ടായിരുന്ന കോർപ്പറേഷനിലെ നേരിയ ഭൂരിപക്ഷം 38 സീറ്റുകൾ എന്ന രീതിയിലുള്ള നേരിയ മുൻതൂക്കമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, CPIയും തമ്മിലുള്ള അടി തന്നെയാണ്. ഒട്ടുമിക്ക ജില്ലകളിലും അത് സങ്കീർണമാകുന്നുണ്ട്. പ്രശ്നങ്ങൾ വളരെയധികം കോംപ്ലിക്കേറ്റഡായി മാറുന്നുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, തൃക്കാക്കരയും കൊച്ചിയും ഒക്കെ ചേരുന്ന, എറണാകുളം നിയോജക മണ്ഡലവും ഒക്കെ ചേരുന്ന മണ്ഡലങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ ഈ കോർപ്പറേഷനകത്ത് വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനകത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടിയ മേഖല എന്ന് പറയുന്നത് തന്നെ കൊച്ചി നിയോജക മണ്ഡലത്തിലെ കോർപ്പറേഷൻ മേഖലകളിലുള്ള സീറ്റുകളിൽ പലതും അപ്രതീക്ഷിതമായി വിജയിച്ച് കയറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസിന് പരമ്പരാഗതമായുള്ള കോൺഗ്രസ് തട്ടകം നഷ്ടപ്പെട്ടതും. അങ്ങനെ മൊത്തം 6 കോർപ്പറേഷൻ കേരളത്തിലുള്ളതിൽ കൊച്ചി അടക്കം 5 കോർപ്പറേഷൻ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞത്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ. കൊച്ചി കോർപ്പറേഷനിലെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും ഒരു പിശകും പറ്റിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം, തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ്, ടി തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും വോട്ടിൻ്റെ എണ്ണത്തിൽ UDFിൽ ഒരു വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഇടതുപക്ഷവും അംഗീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലാണ് കോൺഗ്രസ്സിന് പരമ്പരാഗതമായ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശക്തമായ ഇടതു തരംഗത്തിലും ആടാതെ ഉലയാതെ നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനകത്ത് ഒട്ടുമുക്കാൽ മണ്ഡലങ്ങളിലും UDFിന് വലിയ സ്വാധീനമുണ്ട്. കളമശ്ശേരി മാത്രമാണ് കഴിഞ്ഞ തവണ വ്യക്തിപ്രഭാവം നേടിക്കൊണ്ട് അവിടെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിട്ടുള്ള രാജീവ് വിജയിച്ചതെങ്കിൽ അടുത്ത കുറി അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, എറണാകുളം ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഇക്കുറി ഒരു തർക്കവും വേണ്ട, വലിയ ആധിപത്യത്തോടു കൂടി തന്നെയാണ് UDFിന് മുന്നോട്ടുള്ള കുതിപ്പുള്ളതെന്ന് വ്യക്തം.